നമ്മിൽ പലർക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാറുണ്ട് അല്ലെ? പഴയ സാലറി അക്കൗണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിനായി തുടങ്ങിയ ഒരു സേവിങ്സ് അക്കൗണ്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കുക, തുടർച്ചയായി 2 വർഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടപാടുകൾ ഒന്നും നടന്നില്ലെങ്കിൽ ആ അക്കൗണ്ട് മരവിപ്പിക്കപ്പെടും. ഇതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഏറ്റവും പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമോ? ഈ പഴയ അക്കൗണ്ട് ഇനി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമോ? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും 2 ഘട്ടങ്ങളായാണ് ഒരു അക്കൗണ്ടിനെ ബാങ്ക് തരംതിരിക്കുന്നത്. ഒന്ന്, ഇനാക്റ്റീവ്. 1 വർഷം അഥവാ 12 മാസം ഇടപാടുകൾ നടന്നില്ലെങ്കിൽ അക്കൗണ്ട് നിഷ്ക്രിയമാവും. ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെന്റ്. ഇത് തുടർച്ചയായി 24 മാസം അഥവാ 2 വർഷം നീണ്ടു നിന്നാൽ അക്കൗണ്ട് പൂർണ്ണമായും മരവിപ്പിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നൽകുന്ന പലിശയോ ബാങ്ക് ഈടാക്കുന്ന ചാർജുകളോ ഇടപാടുകളായി കണക്കാക്കില്ല. നിങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന പണം പിൻവലിക്കൽ, നിക്ഷേപം അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറുകൾ എന്നിവ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കൂ. അക്കൗണ്ട് ഡോർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ATM കാർഡ് ഉപയോഗിക്കാനോ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനോ UPI വഴി പണം അയക്കാനോ ഒന്നും സാധിക്കില്ല. ഏറ്റവും വലിയ അപകടം, നിങ്ങളുടെ EMI അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അക്കൗണ്ട് വഴി ഓട്ടോ ഡെബിറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും എന്നതാണ്. ഇത് നിങ്ങൾക്ക് പിഴ കിട്ടാനും ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടേത് വല്ലാതെ കുറയാനും കാരണമാകും. എന്നാൽ പേടിക്കേണ്ട, ഉപഭോക്താക്കൾക്കായി RBI ചില പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിഷ്ക്രിയമായ അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആക്കാൻ ബാങ്കുകൾ പണം ഈടാക്കാൻ പാടില്ല എന്നതാണ് അതിലൊന്ന്. മറ്റൊന്ന്, ഡോർമെന്റ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ ബാങ്കുകൾ പിഴ ഈടാക്കരുത്. ഇനി അക്കൗണ്ട് മരവിപ്പിച്ചാലും അതിലെ പണത്തിന് ലഭിക്കേണ്ട പലിശ ബാങ്ക് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കും. 2025 പുതിയ നിയമപ്രകാരം അക്കൗണ്ട് സജീവമാക്കുന്നത് ഇപ്പോൾ വളരെ പണ്ടത്തെക്കാൾ എളുപ്പമാണ്. അക്കൗണ്ട് തുടങ്ങിയ ബ്രാഞ്ചിൽ തന്നെ ഇതിനുവേണ്ടി പോകണമെന്നില്ല. നിങ്ങളുടെ ബാങ്കിന്റെ ഏത് ശാഖയിലും KYC രേഖകൾ നൽകി ഇത് പുനർജീവിപ്പിക്കാം. ബാങ്കിൽ പോകാൻ വയ്യാത്തവർക്ക് വീട്ടിലിരുന്ന് വീഡിയോ കോൾ വഴി അക്കൗണ്ട് ആക്റ്റീവ് ആക്കാനും കഴിയും. ഇതൊക്കെ എങ്ങനെ ചെയ്യാം? ആധാർ, പാൻ കാർഡ്, ഫോട്ടോ എന്നിവ നൽകി 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ നിങ്ങൾക്ക് സജീവമാക്കാൻ കഴിയും. ഇനി 10 വർഷം കഴിഞ്ഞാൽ അത്രയും കാലം ഉപയോഗിക്കാതിരുന്ന നമ്മുടെ അക്കൗണ്ടിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പണം RBIയുടെ പ്രത്യേക ഫണ്ടിലേക്കാണ് മാറ്റപ്പെടുന്നത്. ഇത്തരം അവകാശികളില്ലാത്ത നിക്ഷേപങ്ങൾ കണ്ടെത്താൻ RBI ഉദ്ഗം എന്നൊരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങളുടെയോ ബന്ധുക്കളുടെയോ മറന്നുപോയ അല്ലെങ്കിൽ ഓർക്കാതെ പോയിരിക്കുന്ന പണം എവിടെയുണ്ടെന്ന് വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ 2025-26 കാലയളവിൽ ഇത്തരം പണം തിരികെ നൽകാൻ ബാങ്കുകൾക്ക് പ്രത്യേക ഇൻസെന്റീവ് സ്കീമും RBI നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചെറിയ പണമിടപാട് നടത്തി നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തുക. ആവശ്യമില്ലാത്ത അക്കൗണ്ടുകൾ ഔദ്യോഗികമായി ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കണം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.